ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ഓയിലൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ വീഡിയോ എന്നിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെമ്മീൻ ചുരുട്ടക്കില്ല ആ ഒരു രീതിക്കാണ് എന്നിട്ട് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാനിവിടെ ചെമ്മീൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെമ്മീൻ തോലൊക്കെ കളഞ്ഞ് ചെമ്മീൻ്റെ ആ ഒരു ബ്ലാക്ക് സാധനമൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു ചോപ്പർ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ചോപ്പർ നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ്. അപ്പോൾ ചോപ്പർ വാങ്ങാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചോപ്പർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ഇതിൽ നടക്കും കേട്ടോ. ചിക്കന് ചെമ്മീൻ വരെ ഇതിൽ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ചെമ്മീനൊക്കെ നല്ല രീതിക്ക് തന്നെ നമുക്കിത് അരഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഈ ഒരു ചോപ്പർ വാങ്ങുന്നുണ്ടെങ്കിൽ ഈ ചോപ്പർ വാങ്ങിക്കഴിഞ്ഞാൽ നല്ല സുഖമാണ്. അപ്പോൾ ഞാൻ ചെമ്മീൻ ഇതിലിട്ടിട്ട് ഒന്ന് ഇതാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തപ്പോൾ തന്നെ നല്ലോണം ഒന്ന് ക്രഷായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് അവിടെ മാറ്റി വെക്കട്ടെ. എന്നിട്ട് ഞാൻ അതേ ചോപ്പറിൽ തന്നെ ഉള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളി നമുക്ക് ആവശ്യത്തിന് എടുക്കട്ടെ. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എന്നിട്ട് എടുത്തിട്ടുള്ളത്. ചെമ്മീൻ ഒരു 5-8 എണ്ണയിലേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഉള്ളിയാണ് എന്നിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കട്ടെ. അധികം ടോസ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നാമത് നമ്മൾ ഈ പച്ച ചെമ്മീനല്ലേ ഇടുന്നത്. അപ്പോൾ ചെമ്മീനൊക്കെ കുക്കായി വരുമ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് സോട്ടായിട്ട് വന്നോളൂ കേട്ടോ. ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് അതാന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്നാമത് ചെമ്മീനാകുമ്പോൾ നമുക്ക് മുളക് പൊടീൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. എന്നാലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുമേ. ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെറും മുളക് പൊടിയാണ്, നമ്മൾ ഈ കാശ്മീരി മുളക് പൊടിയില്ല, അധികം എരിവില്ലാത്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ചെമ്മീനിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെമ്മീൻ ഞാൻ അങ്ങനെ തന്നെ പച്ചനോട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ നമുക്ക് നല്ല ഒരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും നമുക്ക് കിട്ടുന്നുണ്ട്. ചെമ്മീൻ നല്ലോണം ഒന്ന് കുക്കായി വരുന്നതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയും കൂടെ വരുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താൽ മതിയേ. തേങ്ങയും കൂടി ഇട്ടെടുത്ത് ഒന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മസാല ഇവിടെ റെഡിയായേ. ഞാൻ കുറച്ചൊന്ന് നമുക്കൊന്ന് കാരം വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവസാനമായിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഇതാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നാമത് ചെമ്മീനാകുമ്പോൾ ഈ വെളിച്ചെണ്ണയും കൂടെ തൂക്കി കൊടുത്താൽ നല്ല ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. എന്നിട്ട് ഈ പച്ച വെളിച്ചെണ്ണയും കൂടെ ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മൾ ഈ മസാല ഇവിടെ റെഡി ആയിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു മസാല ഇവിടെ മാറ്റി വെക്കാം. നമുക്ക് ഈ ഒരു അരപ്പ് റെഡിയാക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഞാനൊരു 1/4 കപ്പോളം ഉണ്ട് കേട്ടോ. നമുക്ക് ഞാനിവിടെ ഒരു 10-15ഓളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നമ്മൾ പെരുംജീരകമില്ലേ, വലിയ ജീരകം, അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ചൊരു പകുതിയോളം ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ നൈസിൻ്റെ പത്തലിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പത്തലിൻ്റെ പൊടി നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ഇളം ചൂടുള്ള വെള്ളത്തിൽ കുഴച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള പത്തൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ അരച്ച് വെച്ച് നമ്മൾ ആ ഒരു മിക്സിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ തേങ്ങയും ഇതൊക്കെ ഉള്ള ഒരു കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. നമ്മൾ ഈ നമ്മളെ പത്തലിനൊക്കെ കുഴക്കുന്നില്ല ഒരു രീതിക്ക് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അധികം ലൂസും ആവരുത്, അതുപോലെ തന്നെ അധികം കട്ടിയാവരുത്. കട്ടിയായി കഴിഞ്ഞാൽ ആവിയൊക്കെ കയറ്റുന്ന സമയത്ത് പൊടിഞ്ഞു പോകട്ടെ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അല്ലെങ്കിൽ ഒരു ക്രാക്ക് വരും. അപ്പോൾ അതില്ലാണ്ടാൻ വേണ്ടിയിട്ട് അധികം വെള്ളമില്ലാണ്ട് അതുപോലെ തന്നെ അധികം ഡ്രൈ ആവാണ്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ലോണം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കട്ടെ. അതിൻ്റെ അവസാനം കൈ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാവ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ ഒരു വാഴയിലയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. വാഴയിലയിലും കൂടെ ഒരു സ്മെല്ല് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വാഴയില ഇല്ലെങ്കിൽ ഫോയിൽ പേപ്പറിലോ അല്ലെങ്കിൽ ബേക്കിംഗ് ഷീറ്റിലോ ചെയ്തെടുത്താലും മതിയേ. ഒന്നാമത് ഗൾഫിലൊക്കെ ആകുമ്പം വാഴയിലൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പറഞ്ഞത്, ഫോയിലും അതുപോലെ തന്നെ ബേക്കിംഗ് ഷീറ്റൊക്കെ. ഞാനിവിടെ വാഴയിലയിൽ ഈ ഒരു മാവ് ഒരു എത്രയാണോ വലുപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് പരത്തി കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഇവിടെ ഒരു ചപ്പാത്തിൻ്റെ വലുപ്പത്തിലുള്ള ഒരു മാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പം നല്ലോണം നൈസായിട്ട് പരത്തി കൊടുക്കണേ, അധികം കട്ടിയാവരുത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ഈ ഒരു മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് റോൾ ചെയ്തെടുക്കുക എന്നിട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ഇത്
നമുക്കൊരു ആവിയിൽ ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ചുട്ടി കൊടുക്കുന്നുണ്ട്. ആ ഭാഗത്തൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ അവിടെ നിന്നോളൂ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നല്ലോണം നൈസായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലേക്ക് ആക്കിയിട്ട് ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വന്നിട്ട് റോൾ ചെയ്ത് കേട്ടോ, അത്രയേ ഉള്ളൂ. സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്നാമത് പത്തിലിൻ്റെ പൊടിയാകുമ്പോൾ നമ്മൾ ഈ റോൾ ചെയ്യുന്ന സമയത്ത് അവിടെ കറക്റ്റായിട്ട് നിന്നോളൂ. അതിന് ആ ഒരു പേടിയൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ എല്ലാം ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു മാവ് വെച്ചിട്ട് ഞാനൊരു 15ഓളം അട ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കിതൊരു ആവിച്ചെമ്പിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം ഞാനിവിടെ ആവിയേറ്റി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ലൊരു അട തന്നെയാണ്. ഈ ഒരു റമദാൻ മാസത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 15 മിനിറ്റ് ഈ ഒരു അട കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ആവിച്ചെമ്പിൽ വെച്ചിട്ട്. എന്നിട്ട് നമുക്കിതൊരു ചൂടോടുകൂടി തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ. നല്ല ഒരു വാഴയിലേൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ ചെമ്മീൻ്റെ ഇതൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ തേങ്ങ ജീരകം ഒക്കെ ഉണ്ടല്ലോ, അപ്പം ആ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ലൊരു ഇതന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ചെമ്മീൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചിക്കൻ്റെ മസാലയിൽ വെച്ചിട്ടും ചെയ്യേ. അപ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് ഒന്നാമത് ചൂടുവെള്ളത്തിൽ കുഴച്ചുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ് ഈ ഒരു അട. അപ്പം എല്ലാവരും ഈ ഒരു റെസിപ്പി എന്തായാലും ഉണ്ടാക്കി നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നല്ല സോഫ്റ്റുള്ള നല്ലൊരു ചെമ്മീൻ്റെ അട തന്നെയാണ്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അതുപോലെ എപ്പം പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യാൻ മറക്കരുത്.